ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് റാഫെല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ് തന്നെയാണ് റാഫെല്ലോ പുഡിങ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടും പിന്നെ വിപ്പിംഗ് ക്രീം, പാല്, ഇതൊക്കെയാണ് നമുക്കിതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സോസ് പാനിലോട്ട് 500 ml പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പാൽ. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ആദ്യം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ബാക്കി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റി ആയിരിക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ മധുരം ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ അതേ ബൗളിൽ തന്നെ ഞാൻ പാൽപ്പൊടി കൂടി ചേർത്തിട്ട് അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പാലെടുത്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഈ പാൽപ്പൊടിയും കോൺഫ്ലവറും രണ്ടും വേറെ വേറെ ബൗളിലും മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങളെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെയും പാൽപ്പൊടിയുടെയും മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ പാലൊക്കെ ഒന്ന് വറ്റി കുറുകി ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ കുക്കായി തുടങ്ങുമ്പോൾ പാല് തിക്കായി തുടങ്ങും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. പാല് അത്യാവശ്യം നന്നായിട്ട് കുറുകി ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറുന്നത് വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് അതിൽ കുറച്ചധികം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീം മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3/4 കപ്പൊക്കെ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് കുറച്ച് ബാക്കി അവിടെ വെക്കേണ്ടെന്ന് വെച്ചിട്ടാണ് മുഴുവൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ക്രീം മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ പുഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിനെ ഒരു പുഡിങ്ങിൻ്റെ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ നട്ട്സ് കടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ
ഇതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക. ഉള്ളിൽ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മേലെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കണം. അപ്പോൾ നമ്മളിതിൽ ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റായി വരാനൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതൊരു ക്രീമി ടെക്സ്ചറുള്ള ഒരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതുവരെ റാഫെല്ലോ പുഡിങ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.